ഹലോ മക്കളെ, യെസ്, നമ്മളെ വാട്ടർ ആൻഡ് ലൈഫ് അല്ലേ, അതായത് ജലം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ, മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പകുതിയും 4, 5 നമ്മൾ ഈ ഒരു ക്രിസ്മസ് എക്സാമിന് പഠിക്കേണ്ടത്. അപ്പോൾ ഇതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം. അതുപോലെ തന്നെ ക്ലാസ് 5 ക്രിസ്മസ് എക്സാമിൻ്റെ സ്പെഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റീൻ്റെ ഒരു ലിങ്ക് ഉണ്ടാകും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ജോയിൻ കമ്മ്യൂണിറ്റി എന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, ഈ ഒരു സോഡ വാട്ടർ അല്ലേ, നമ്മൾ സോഡ വെള്ളത്തിൽ എന്തുകൊണ്ടാണ് ബബിൾസ് വരുന്നത്? അപ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു ഗ്യാസ് ആണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള ഗ്യാസ് ആണ് ഇതിൽ ഫില്ല് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ സോഡ വാട്ടറിൽ ബബിൾസ് വരാനുള്ള കാരണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ചോളൂ. രണ്ടാമത്തെയാണ് സൊല്യൂട്ട്, സോൾവെൻറ്റ്, സൊല്യൂഷൻ, അതായത് ലീനം, ലായകം, ലായനി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കൊരു ലായനി തരും, നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷുഗർ സൊല്യൂഷൻ കേട്ടോ, ഷുഗർ സൊല്യൂഷൻ ഓക്കെ, ഷുഗർ സൊല്യൂഷൻ അതായത് പഞ്ചസാര ലായനി. ഓക്കെ, പഞ്ചസാര ലായനി. ഇതിൽ നിങ്ങളോട് ചോദിക്കും ഏതാണ് സൊല്യൂട്ട് അഥവാ ലീനം, ഏതാണ് സോൾവെൻറ്റ് അഥവാ ലായകം. ഇതിൽ ഏതാണോ അലിഞ്ഞു ചേർന്നത് അതിനെയാണ് നമ്മൾ സൊല്യൂട്ട് അല്ലെങ്കിൽ ലീനം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം ഏതിനെയാണ് നമ്മൾ ലയിപ്പിക്കുക. അവിടെ നമുക്ക് ഷുഗറിനെ അല്ലെങ്കിൽ പഞ്ചസാരേനെയാണ് നമ്മൾ ലയിപ്പിക്കുക അല്ലേ, ഷുഗറിനെ അല്ലെങ്കിൽ പഞ്ചസാരേനെയാണ് നമ്മൾ ലയിപ്പിക്കുക. ഓക്കെ, ഏതിലേക്കാണ് ലയിപ്പിക്കുന്നത്? അത് നമ്മൾ വെള്ളത്തിലേക്കാണ്. അപ്പോൾ വെള്ളമാണ് അല്ലെങ്കിൽ ജലമാണ് സോൾവൻ എന്ന് പറയുന്നത്. വെള്ളം അല്ലെങ്കിൽ ജലമാണ് സോൾവൻ. ഇത് രണ്ടും കൂടി ചേർന്നാലാണ് നമ്മൾ ഷുഗർ സൊല്യൂഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ പഞ്ചസാര ലായനി കിട്ടുന്നത്. ഇതുപോലെ തന്നെ സോൾട്ട് വാട്ടർ അല്ലെങ്കിൽ സോൾട്ട് സൊല്യൂഷൻ, അതായത് ഉപ്പ് വെള്ളം ചോദിക്കാം. ഇനി നമ്മൾ സോഡാ വാട്ടർ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. സോഡാ വാട്ടർ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ സൊല്യൂട്ടിൽ അല്ലെങ്കിൽ ലീനത്തിൽ എന്താ വരിക? യെസ്, നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വരിക അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ്. എന്തുകൊണ്ടാണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നമ്മൾ സോഡാ വാട്ടറിൽ ലയിപ്പിക്കുന്നത് അല്ലേ. ഏതിലേക്കാണ് ലയിപ്പിക്കുന്നത്? അത് നമ്മൾ ജലത്തിലേക്ക് തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ വാട്ടറിലേക്ക് തന്നെയാണ് ലയിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ സോഡാ വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ലയിച്ച് ചേരുമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സോഡാ വാട്ടർ കിട്ടുന്നത്. ഓക്കെ, ഇതുപോലെ നിങ്ങൾ ഓരോന്ന് പഠിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ബ്ലൂ വിട്രോൾ അല്ലെങ്കിൽ തുരിശ് ലായനിയൊക്കെ ചോദിക്കാം, നിങ്ങളത് എഴുതി പഠിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ജലം ഒട്ടുമിക്ക സൊല്യൂട്ടിനെയും ഒട്ടുമിക്ക ലീനത്തിനെയും ലയിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ജലത്തിനെ നമുക്ക് സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാടാ? സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്ന് വിളിക്കാം. യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്നറിയപ്പെടുന്നതാണ് സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്നറിയപ്പെടുന്നത് ജലമാണ് അഥവാ വാട്ടറാണ്. ഓർമ്മിച്ച് വെച്ചോളാം. അപ്പോൾ ഇതുപോലത്തെ നമുക്ക് 4th ചാപ്റ്ററിലും 5th ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആയ കുറേ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം. അതുപോലെ തന്നെ നമ്മളെ 5th 1249 രൂപ കേട്ടോ, 1249 രൂപക്കാണ് നമ്മൾ ബാച്ച് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഫസ്റ്റ് 2000 കുട്ടികൾക്ക് മാത്രം, 2000 സ്റ്റുഡൻസിന് മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾക്കിത് ജോയിൻ ചെയ്യണമെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യണം. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ നമ്മളെ വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ മിസ്സിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക, മിസ്സിൻ്റെ നെയിം കമൻറ്റ് ചെയ്യുക. അറിയാമെങ്കിൽ ജസ്റ്റ് മിസ്സിന് ഇഷ്ടപ്പെട്ട ഒരു സ്മൈലി തന്നോളൂ കേട്ടോ. ഓക്കെ, ബൈ.